ഹായ് എവ്രി വൺ. ഫ്യൂസസ് നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂസസിനെ കുറിച്ചാണ്. നമ്മുടെ ഡൊമസ്റ്റിക് വയറിങ്ങിൽ അതുപോലെ ഇൻഡസ്ട്രിയൽ വയറിങ്ങിലെല്ലാം യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂസസ്, അതിൻ്റെ ഫങ്ഷൻ, വർക്കിംഗ്, അതുപോലെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, പർപ്പസ് ഓഫ് ഫ്യൂസസ്. ഒരു ഫ്യൂസിൻ്റെ പർപ്പസ് എന്താണ്? A fuse is a safety device used for the purpose of protecting a circuit against excess current. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ എന്തിനാണ് ഫ്യൂസ് യൂസ് ചെയ്യാറുള്ളത്? ഇറ്റ്സ് എ പർപ്പസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് എ സർക്യൂട്ട് എഗെയിൻസ്റ്റ് ദ എക്സസ് കറണ്ട്. അനാവശ്യമായിട്ട് വരുന്ന കറണ്ട് അല്ലെങ്കിൽ അധികമായിട്ട് വരുന്ന കറണ്ടിൽ നിന്നും നമ്മുടെ ഡിവൈസസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്യൂസ് യൂസ് ചെയ്യാറുള്ളത്. ഒരു സേഫ്റ്റി ഡിവൈസ് ആയിട്ടാണ് ഫ്യൂസിനെ യൂസ് ചെയ്യുന്നത്. In the event of excessive current, the fuse element melts and opens up the circuit, thereby protecting it from the damage. എക്സസ് കറണ്ട് വരുന്ന സമയത്ത് ഫ്യൂസ് എലമെൻറ്റ്, ഫ്യൂസിൻ്റെ അകത്ത് ഫ്യൂസ് എലമെൻറ്റ് ഉണ്ടാവും. നോർമലി നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യാറുള്ളത് വയറാണ്, ഫ്യൂസ് വയർ ഉണ്ടാവും. ഈ ഫ്യൂസ് വയറിനെയാണ് ഫ്യൂസ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഫ്യൂസ് എലമെൻറ്റ് എന്ത് സംഭവിക്കും? മെൽറ്റ് ചെയ്ത് പോകും. അതാ ചൂട് വരുമ്പം അതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റും അല്ലെ മെൽറ്റിംഗ് പോയിൻ്റ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് അത് മെൽറ്റ് ചെയ്ത് പോകും. ആൻഡ് ഓപ്പൺസ് അപ്പ് ദി സർക്യൂട്ട് ബൈ പ്രൊട്ടക്റ്റിംഗ് ഇറ്റ് ഫ്രം ദി ഡാമേജ്. അങ്ങനെ മെൽറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതായത് നമ്മുടെ സർക്യൂട്ടിനെയും മെയിൻ സപ്ലൈനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വയറാണിത്. അപ്പോൾ ഈ വയർ മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ ആ കണക്ഷനാണ് അവിടെ ഇല്ലാതായി പോകുന്നത്. ഇപ്പോൾ ജനറലി നമ്മൾ യൂസ് ചെയ്യാറുള്ള ഫ്യൂസിൻ്റെ സിമ്പലാണ് ഈ കൊടുത്തിട്ടുള്ളത്. സാധാരണ ഫ്യൂസാണിത്. ആൻഡ് ഫ്യൂസ് വിത്ത് ടെർമിനൽസ് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഹൗസിംഗ്. ഒരു ടെർമിനലും രണ്ട് ടെർമിനലുണ്ട്, അതുപോലെ പ്രൊട്ടക്റ്റീവ് ഹൗസിങ്ങും ഉള്ള ഒരു ഫ്യൂസിൻ്റെ സിമ്പലാണ് ഈ കൊടുത്തിട്ടുള്ളത്. ദി ഫ്യൂസസ് ആർ ഓൾവേസ് കണക്റ്റഡ് ഇൻ ടു ദ ലൈവ് വയർ ആൻഡ് നെവർ ഇൻ ടു ദ ന്യൂട്രൽ ഓർ ദി പ്രൊട്ടക്റ്റീവ് എർത്ത് ലൈൻ. പി, പ്രൊട്ടക്റ്റീവ് എർത്ത് ലൈൻ എന്ന് പറയുന്നതിന് പി വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഈ പി എന്ന് പറഞ്ഞിട്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 3 ലൈൻ നമുക്കറിയാം. ഇവിടെ L1, L2, L3 ആൻഡ് ന്യൂട്രൽ, പ്രൊട്ടക്റ്റീവ് എർത്ത്, അങ്ങനെ 4 ലൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 ഫേസ് ലൈൻ ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, പ്രൊട്ടക്റ്റീവ് എർത്ത് ലൈനും ഉണ്ട്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഫേസ് ലൈൻസിന് മാത്രമേ ന്യൂട്രൽ അതുപോലെ ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി 2 ലൈനിനും ഫ്യൂസ് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എവിടെ മാത്രമേ ഇത് ആവശ്യമുള്ളൂ? 3 ലൈനിൽ മാത്രമേ, ലൈവ് വയേഴ്സിൽ മാത്രമേ ഫ്യൂസ് കണക്ട് ചെയ്യാറുള്ളൂ. എർത്ത് ലൈനിലും ന്യൂട്രലിലും കണക്ട് ചെയ്യാറില്ല. ഇനി അതിൻ്റെ പാർട്സാണ്. ഫ്യൂസ് എലമെൻറ്റ്, the part of a fuse which is designed to melt and open up the circuit. ഫ്യൂസിൻ്റെ മെൽറ്റായി പോകുന്ന, മെൽറ്റ് ചെയ്തിട്ട് സർക്യൂട്ടിനെ ഓപ്പൺ ആവാൻ വേണ്ടി സഹായിക്കുന്ന പാർട്ടിനെയാണ് നമ്മൾ ഫ്യൂസ് എലമെൻ്റ് എന്ന് പറയുക. സാധാരണഗതിയിൽ അതൊരു വയറായിരിക്കും ഉണ്ടാവുക. ഫ്യൂസ് കാരിയർ, ഫ്യൂസ് കാരിയർ എന്ന് പറയുമ്പോൾ ദ റിമൂവബിൾ പോർഷൻ ഫോർ ക്യാരിയിങ് ദ ഫ്യൂസ് എലമെൻറ്റ്. ഈ ഫ്യൂസ് എലമെൻറ്റിനെ ക്യാരി ചെയ്യുന്ന റിമൂവബിൾ പോർഷനെയാണ് നമ്മൾ ഫ്യൂസ് കാരിയർ എന്ന് പറയുക. നമ്മുടെ വീട്ടിലാണെങ്കിൽ ആ പോർസലൈൻ്റെ മേലത്തെ ക്യാപ്പ് നമ്മൾ എടുക്കുമല്ലോ, ഫ്യൂസിൻ്റെ മേലെ നമ്മൾ എടുക്കുന്ന ആ പോർഷനെയാണ് ഫ്യൂസ് കാരിയർ എന്ന് പറയുക. അത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണ് 2 മെറ്റൽ സ്ട്രിപ്പിൻ്റെ ഇടയിലൂടെ ഫ്യൂസ് വയർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനെയാണ് ആ എടുത്ത് മാറ്റുന്ന റിമൂവബിൾ പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഫ്യൂസ് കാരിയർ എന്ന് പറയുക. ഇനി ഫ്യൂസ് ബേസ്, ഫ്യൂസ് ബേസ് എന്ന് പറഞ്ഞാലോ ദ ഫിക്സഡ് പാർട്ട് ഓഫ് ദ ഫ്യൂസ്, ദ ഫിക്സഡ് പാർട്ട് ഓഫ് ദ ഫ്യൂസ് പ്രൊവൈഡഡ് വിത്ത് ടെർമിനൽസ്. ഫ്യൂസിൻ്റെ ഫിക്സഡ് പാർട്ട്, അതായത് നമ്മളിപ്പോൾ മെയിൻ സ്വിച്ചിൻ്റെ ബോർഡാണെങ്കിൽ ആ ബോർഡിൻ്റെ മേലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാർട്ട്, അതിനെയാണ് നമ്മൾ ഫ്യൂസ് ബേസ് എന്ന് പറയുക. അതിന് എന്തുണ്ടാവും? ഉള്ളിൽ 2 ടെർമിനൽസ് ഉണ്ടാവും. ഫോർ കണക്ഷൻ ടു ദ സർക്യൂട്ട് വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ ദ റിസപ്ഷൻ ഓഫ് ദ ഫ്യൂസ് കാരിയർ. അപ്പോൾ അതിന് 2 ടെർമിനൽസ് ഉണ്ടാവും. നമ്മൾ ഈ മേലത്തെ ക്യാപ്പ് പോലത്തെ പോർഷൻ ഫ്യൂസ് വയർ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതോട് കൂടി എന്ത് സംഭവിക്കും? ആ 2 ടെർമിനലുമായിട്ട് കണക്ഷൻ വരും. സോ ആ 2 ടെർമിനലും നമ്മുടെ ഫേസും ന്യൂട്രലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. Then current rating. Safe maximum current that can pass continuously without overheating. ഒരു ഫ്യൂസിൻ്റെ കറണ്ട് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സേഫ് മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ പാസ് കണ്ടിന്യൂസ്ലി വിത്തൗട്ട് ഓവർ ഹീറ്റിംഗ്. ഓവർ ഹീറ്റിംഗ് ആവാതെ, അതായത് ഫ്യൂസിനെ മെൽറ്റ് ചെയ്യിക്കാതെ. ഓവർ ഹീറ്റിംഗ് ആയാൽ അപ്പോൾ ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ് ചെയ്ത് പോകും. ഫ്യൂസിനെ മെൽറ്റ് ചെയ്യിക്കാതെ അതിലൂടെ കടന്നു പോകാവുന്ന മാക്സിമം സേഫസ്റ്റ് കറണ്ട്, മാക്സിമം സേഫ് കറണ്ട്, ഫ്യൂസ് ആവാതെ, ഇത് ഫ്യൂസ് മെൽറ്റ് ചെയ്ത് പോവാതെ അതിലൂടെ കടന്നു പോകാവുന്ന മാക്സിമം സേഫ് കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? കറണ്ട് റേറ്റിംഗ് എന്ന് പറയുക. ഇനി ഫ്യൂസിങ് കറണ്ട്, ഫ്യൂസിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ദ കറണ്ട് അറ്റ് വിച്ച് ദ ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റ്സ്.
മാക്സിമം ഒരു കറണ്ട് വരെ പോവാം, അതിന് കറണ്ട് റേറ്റിംഗ് എന്ന് പറയും. ആ കറണ്ട് കഴിഞ്ഞാൽ ആ ഫ്യൂസ് മെൽറ്റായി പോകും. അപ്പോൾ ആ ഫ്യൂസ് മെൽറ്റ് ആവാൻ വേണ്ടി എടുക്കുന്ന കറണ്ടിനെയാണ് നമ്മൾ ഫ്യൂസിങ് കറണ്ട് എന്ന് പറയുക. കട്ട് ഓഫ് ഫാക്ടർ, the time period taken by the fuse to interrupt the circuit in the event of a fault. ഒരു ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായ അതേ സ്പോട്ടിൽ തന്നെ ഫ്യൂസ് മെൽറ്റ് ആവില്ല. ആ ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് ഇൻറ്ററപ്റ്റ് ആവാൻ, ആ സർക്യൂട്ടിനെ ഇൻറ്ററപ്റ്റ് ആവാൻ വേണ്ടി എടുക്കുന്ന ആ ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, കട്ട് ഓഫ് ഫാക്ടർ എന്ന് പറയുക. അവിടെ എക്സസ് കറണ്ട് വന്നു, അല്ലെങ്കിൽ ഒരു ഫോൾട്ട് സംഭവിച്ചു, ഒരു ഇൻസുലേഷൻ ഫെയിലിയർ സംഭവിച്ചു, ഒരു ഫോൾട്ട് വന്നു. അങ്ങനെ ഒരു ഫോൾട്ട് വന്നിട്ട് നമ്മുടെ സർക്യൂട്ടിനെ ഈ സപ്ലൈയിൽ നിന്നും കട്ട് ചെയ്ത് കളയാൻ വേണ്ടി എടുക്കുന്ന ആ ടൈം പീരീഡിനെയാണ് കട്ട് ഓഫ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫ്യൂസിങ് ഫാക്ടർ, ദ റേഷ്യോ ബിറ്റ്വീൻ ദ മിനിമം ഫ്യൂസിങ് കറണ്ട് ആൻഡ് കറണ്ട് റേറ്റിംഗ്. ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഫ്യൂസിൻ്റെ അതിൻ്റെ റേറ്റിങ്ങിനെ അല്ലെങ്കിൽ ആ ഫ്യൂസ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടറാണ് ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത്. ഫ്യൂസിങ് ഫാക്ടർ ഈസ് ദ റേഷ്യോ ഓഫ്, അതായത് മിനിമം ഫ്യൂസിങ് കറണ്ട് ടു ദ റേറ്റഡ് കറണ്ട്. മിനിമം ഫ്യൂസിങ് കറണ്ട് എന്ന് പറയുന്നതാണ്, അതായത് ഫ്യൂസ് ചെയ്യാൻ വേണ്ട ഏറ്റവും മിനിമം കറണ്ട്, ആ മിനിമം കറണ്ട് ഡിവൈഡഡ് ബൈ റേറ്റഡ് കറണ്ട്. റേറ്റഡ് കറണ്ടിനെയാണ് കറണ്ട് റേറ്റിംഗ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുക. ഒരു റീവയറബിൾ ഫ്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പാണ് റീവയറബിൾ ഫ്യൂസ്, നമുക്ക് വയർ മാറ്റി കെട്ടാവുന്ന ടൈപ്പ് ഫ്യൂസ്. ഈ റീവയറബിൾ ഫ്യൂസിൻ്റെ മിനിമം, അതായത് ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത് 1.4 മുതൽ 1.7 വരെ, മാക്സിമം പോയാൽ 2 വരെ ആവാം. എച്ച് ആർ സി ഫ്യൂസ് എന്ന് പറയുമ്പം ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ്. ഹൈ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പം ഹൈ കറണ്ട് റേറ്റിംഗ് വരുന്ന കേസിലാണ് നമ്മൾ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് യൂസ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ എന്ന് പറയുന്നത് 1.1 ആണ്. എ ഫ്യൂസ് സെലക്റ്റഡ് ഫോർ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഷുഡ് നോട്ട് ഹാവ് എ ഫ്യൂസിങ് ഫാക്ടർ ഓഫ് മോർ ദാൻ 1.4. ഇനി ഒരു ഓവർ കറണ്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂസിങ് ഫാക്ടർ 1.4ന് മേലേക്ക് പോകാൻ പാടില്ല. 3 ഇവിടെ പറയുന്നത് റീവയറബിൾ ഫ്യൂസ്, എച്ച് ആർ സി ഫ്യൂസ് ആൻഡ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണെങ്കിൽ 1.4ൻ്റെ മേലേക്ക് പോകാൻ പാടില്ല. ഇനി ടൈപ്സ് ഓഫ് ഫ്യൂസ് യൂസിങ് ഇൻ ദ ഡൊമസ്റ്റിക് വയറിംഗ്. ഡൊമസ്റ്റിക് വയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് വയറിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ഫ്യൂസിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ റീവയറബിൾ ഫ്യൂസ്. റീവയറബിൾ ഫ്യൂസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഫിഗറിൽ കാണും, നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പോർസലൈൻ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഫ്യൂസിനെയാണ് റീവയറബിൾ ഫ്യൂസ് എന്ന് പറയുക. വയർ മാറ്റി കെട്ടാൻ പറ്റുന്ന റീവയറബിൾ ഫ്യൂസ്. അപ് ടു 200 ആംപിയർ വരെ ഉള്ള റേറ്റിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുക, റീവയറബിൾ ഫ്യൂസിനെ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ കാട്രിഡ്ജ് ടൈപ്പ്. കാട്രിഡ്ജ് ടൈപ്പ് എന്ന് പറയുമ്പം 1250 ആംപിയർ, അതായത് 1250 ആംപിയർ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏതാണ് ഇത്, കാട്രിഡ്ജ് ടൈപ്പ്. അപ്പോൾ റീവയറബിൾ ഫ്യൂസ് ആണെങ്കിൽ 200 ആംപിയർ വരെ പറ്റുള്ളൂ. കാട്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ 1250 ആംപിയർ വരെ ക്യാരി ചെയ്യാൻ സാധിക്കും. ദെൻ റീവയറബിൾ ടൈപ്പ്, ഫസ്റ്റ് വൺ റീവയറബിൾ ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ദ ഫ്യൂസ് എലമെൻറ്റ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫ്യൂസ് കൺസിസ്റ്റ് ഓഫ് എ വയർ വിച്ച് മേ ബി റീപ്ലേസ്ഡ് വെൻ നെസസറി. നമുക്കറിയാം അതിനകത്ത് എന്തുണ്ടാവും, ഒരു ഫ്യൂസ് എലമെൻ്റ് ഉണ്ടാവും, അതായത് ഒരു ഫ്യൂസ് വയർ ഉണ്ടാവും. അത് ആവശ്യമായി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ഇൻ കൺസ്ട്രക്ഷൻ ആൻഡ് ഇനീഷ്യൽ കോസ്റ്റ് ആസ് വെൽ ആസ് ദ റിന്യൂവൽ കോസ്റ്റ് ഈസ് വെരി ലോ. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്. അതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ്, ഇത് ഫിക്സ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റും നമുക്കത് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനെടുക്കുന്ന കോസ്റ്റും, ഫ്യൂസിൻ്റെ റേറ്റ് അധികമൊന്നുമില്ല, കോസ്റ്റ് പൊതുവെ കുറവാണ്. ദ ഫ്യൂസ് എലമെൻറ്റ്സ് യൂസ്ഡ് ആർ ടിൻഡ് കോപ്പർ വയർ, ലെഡ് ആൻഡ് ടിൻ അലോയ് ഓർ അലുമിനിയം വയർ. സാധാരണ നമ്മൾ ഫ്യൂസ് കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വയറുകൾ ഏതൊക്കെയാണ്? ടിൻഡ് കോപ്പർ വയർ, കോപ്പർ വയർ അല്ല, പക്ക കോപ്പർ വയർ അല്ല, ടിൻഡ് കോപ്പർ വയറാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ലെഡ് ആൻഡ് ടിൻ, ലെഡിൻ്റെയും ടിന്നിൻ്റെയും അലോയ് ആയിട്ടുള്ള വയറുകൾ യൂസ് ചെയ്യാം. ഇതിന് അലുമിനിയം വയറുകളും യൂസ് ചെയ്യാം. ഈ മൂന്നുമാണ്, ഇതൊക്കെയാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത് ഫ്യൂസ് എലമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതല്ലാത്ത ഒന്ന് നമ്മൾ ഉപയോഗിക്കരുത്, കാരണം നമ്മുടെ വീട്ടിലെ പ്രൊട്ടക്റ്റീവ് ഡിവൈസസിനെ അത് ഡാമേജ് ആക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫ്യൂസ് വയർ മാത്രമേ നമ്മൾ ഫ്യൂസ് കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദ ഫ്യൂസ് എലമെൻറ്റ് വിൽ മെൽറ്റ് ആഫ്റ്റർ അപ്രോക്സിമേറ്റ്ലി 2 minutes വെൻ ക്യാരിയിങ് എ കറണ്ട് ഈക്വൽ ടു ട്വൈസ് ദ കറണ്ട് റേറ്റിംഗ്. അതായത് നമുക്ക് കറണ്ട് റേറ്റിംഗ്, അതിലൂടെ കടന്നു പോകാൻ പറ്റുന്ന കറണ്ട് റേറ്റിംഗ് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ഇത്ര കറണ്ട് അതിനകത്തൂടെ കടന്നു പോകാമെന്ന്, മാക്സിമം പോകാവുന്ന കറണ്ട്. ആ കറണ്ടിൻ്റെ ട്വൈസ് കറണ്ട് വന്നു കഴിഞ്ഞാൽ, 2 ഇരട്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, 2 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യും, ഫ്യൂസ് എലമെൻറ്റ് മെൽറ്റായി പോകും. ദ കട്ട് ഓഫ് ടൈം ഫാക്ടർ വേരീസ് ഇൻ റീവയറബിൾ ഫ്യൂസസ്. റീവയറബിൾ ഫ്യൂസസിനകത്ത് അതിൻ്റെ കട്ട് ഓഫ് ടൈം ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു, എടുക്കുന്ന ടൈം, ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ടൈം, ഫോൾട്ട് ഉണ്ടായിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം ഡിപ്പെൻസ് ആണ്.
അത് ചേഞ്ച് ചെയ്യും. എങ്ങനെയൊക്കെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത്? ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ കാരിയർ, ഡിസൈൻ ഓഫ് ദ ഫ്യൂസ് കാരിയർ ഓർ ബേസ്. ഫ്യൂസിൻ്റെ കാരിയറോ അതല്ലെങ്കിൽ അതിൻ്റെ ബേസോ ഇതെല്ലാം അതിൻ്റെ കൺസ്ട്രക്ഷന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ആൻഡ് ദ മാനർ ഇൻ വിച്ച് ദ ഫ്യൂസ് വയർ ഹാസ് ബീൻ ഫിറ്റഡ്. നമ്മൾ ഫ്യൂസ് വയർ ഏത് രീതിയിലാണോ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ആൻഡ് ദെൻ ലെങ്ത് ഓഫ് ടൈം ദ ഫ്യൂസ് വാസ് ഇൻ സർവീസ്. ഈ ഫ്യൂസ് എത്ര കാലമായിട്ട് സർവീസിലുണ്ട്, അതായത് ഫ്യൂസ് നമ്മൾ എത്ര കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. കാലപ്പഴക്കം വന്നു കഴിഞ്ഞാൽ ഡിറ്റീരിയോറേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ദെൻ ആംബിയൻ ടെമ്പറേച്ചർ, അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ദ എമൗണ്ട് ഓഫ് ദ കറണ്ട്, അതിലൂടെ പോകുന്ന കറണ്ടിനെ, ഏറ്റവും അത്യാവശ്യമായിട്ട് അതിലൂടെ പോകുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്മോൾ ഫ്യൂസ് വയേഴ്സ് ഇൻ പാരൽ ഇൻ എ കാരിയർ ടു ക്യാരി എ ലാർജ് കറണ്ട് ഷുഡ് ബി അവോയ്ഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ. നമ്മൾ കഴിയുന്നതും എന്ത് ചെയ്യുക, ഫ്യൂസ് കൂടുതൽ വയറിനെ കടത്തി വിടാൻ വേണ്ടിയിട്ടും ഫ്യൂസ് വയർ പാരലാക്കി കണക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു വയർ കണക്ട് ചെയ്യാതെ ഒരേ റേറ്റിങ്ങുള്ള 2 വയർ തമ്മിൽ പാരലായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും അതെന്ത് ചെയ്യുക, ഒഴിവാക്കണം. അത് നമ്മുടെ ഡാമേജിന്, ഡിവൈസസിൻ്റെ ഡാമേജിന് വേണ്ടിയിട്ട് വഴിയൊരുക്കും. ആൻഡ് ദ ആക്ച്വൽ റേറ്റിംഗ് ബിക്കംസ് ലെസ് ദാൻ ദി സം ഓഫ് ദ റേറ്റിംഗ് ഓഫ് ദ ഇൻഡിവിജ്വൽ സ്ട്രാൻഡ്സ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ 2 സ്ട്രാൻഡ്, അതായത് 2 സ്ട്രാൻഡ് വയറായിട്ട് നമ്മൾ ഒരു വയറിന് പകരം 2 വയറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ മൊത്തം കൂടുതലായിരിക്കും. അതായത് ഒന്നിനേക്കാൾ ഇപ്പോൾ 5 ആമ്പിയർ കടത്തിവിടാൻ കഴിവുള്ള ഒരു ഫ്യൂസ് എലമെൻ്റ് ആണെങ്കിൽ 5 ആമ്പിയർ കഴിവുള്ള 2 നമ്മൾ പാരലാക്കി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ആമ്പിയർ കടത്തിവിടാൻ കഴിവുള്ള ഒരു ഫ്യൂസ് എലമെൻ്റാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ആക്ച്വലി അതിൻ്റെ റേറ്റിംഗ് എന്തായിരിക്കും, പാരലൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സം ചെയ്ത എമൗണ്ടിനേക്കാളും കുറവായിരിക്കും എപ്പോഴും അതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. ആ 10 ആമ്പിയർ തന്നെ നമുക്ക് കപ്പാസിറ്റി കിട്ടില്ല. ദ പാരലൽ ഫാക്ടർ, അതായത് പാരലലിംഗ് ഫാക്ടർ ഓഫ് 0.7 to 0.8 ഈസ് യൂസ്ഡ് ടു മൾട്ടിപ്ലൈ ദ സം ഓഫ് റേറ്റിംഗ് ഓഫ് ഇൻഡിവിജ്വൽ സ്ട്രാൻഡ്സ് ടു ഗെറ്റ് ദ ആക്ച്വൽ കറണ്ട് റേറ്റിംഗ്. അപ്പോൾ ആക്ച്വൽ കറണ്ട് റേറ്റിംഗ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ 5 + 5 ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും, 10 ആമ്പിയർ എന്ന് കിട്ടും. ആ 10 ആമ്പിയറിനെ ഒരു പാരലലിംഗ് ഫാക്ടറായിട്ടുള്ള 0.7 അല്ലെങ്കിൽ 0.8 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ടാണ് നമുക്കതിൻ്റെ കറണ്ട് റേറ്റിംഗ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 35 SWG 35 വയർ ഗേജുള്ള ഒരു കോപ്പർ വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത് 5 ആമ്പിയറാണ്. 5 ആമ്പിയർ കറണ്ടാണ് അതിൻ്റെ ഫ്യൂസ് റേറ്റിംഗ്. അതായത് മെൽറ്റ് ചെയ്ത് പോകുന്ന അതിൻ്റെ കറണ്ട്, മെൽറ്റ് ചെയ്ത് പോകാതെ നിൽക്കാവുന്ന മാക്സിമം കറണ്ട് എന്ന് പറയുന്നത് 5 ആമ്പിയറാണ്. അപ്പോൾ അങ്ങനത്തെ 3 സ്ട്രാൻഡ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ എന്തായിരിക്കണം, 5, 5, 5, 3 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 ആമ്പിയർ കടത്തിവിടാനുള്ള കഴിവുണ്ടാവണം. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ കറണ്ട് റേറ്റിംഗ് കണ്ടുപിടിക്കണമെങ്കിൽ 5 × 3 × 0.8 പാരലലിംഗ് ഫാക്ടറായിട്ടുള്ള 0.8നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 15 കിട്ടുന്നതിന് പകരം നമുക്കിവിടെ എന്താ കിട്ടുക, 12 ആമ്പിയർ ആണ് കിട്ടുക അതിൻ്റെ കറണ്ട് റേറ്റിംഗ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്യൂസ് എലമെൻറ്റിൻ്റെ കറണ്ട് റേറ്റിംഗ് കണ്ടുപിടിക്കുക. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദ റീവയറബിൾ ടൈപ്പ് ഫ്യൂസ്. നമ്മളിപ്പോൾ റീവയറബിൾ ടൈപ്പ് ഫ്യൂസിനെ പറ്റിയാണ് പറഞ്ഞത്. ഈ റീവയറബിൾ ടൈപ്പ് ഫ്യൂസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഡിറ്റീരിയോറേഷൻ ഓഫ് ദ ഫ്യൂസ് എലമെൻറ്റ് ബൈ ഓക്സിഡേഷൻ ഡ്യൂ ടു ഹീറ്റിംഗ്. ഇപ്പോൾ ഹീറ്റിംഗ് കാരണം ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് ഈ ഫ്യൂസ് എലമെൻറ്റ് ഡിറ്റീരിയോറേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ്, അതായത് ഫ്യൂസ് എലമെൻറ്റ് ക്ഷയിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ലാക്ക് ഓഫ് ഡിസ്ക്രിമിനേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ELCBയിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് ELCBയിൽ നമുക്ക് ടൈം ഡിലേഡ് ELCB വെച്ചിട്ട് ഡിസ്ക്രിമിനേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ആദ്യം ബ്രേക്ക് ചെയ്യേണ്ട സർക്യൂട്ടും പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യേണ്ട സർക്യൂട്ടും ഏതാണ്, അങ്ങനെ ഒരു വേർതിരിവ് നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ കേസിൽ എന്ത് പറ്റില്ല, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. മൊത്തം ഫ്യൂസ് അങ്ങ് മെൽട്ടായി പോകും. എഫക്റ്റഡ് ബൈ ദ ഫ്ലക്ച്വേഷൻ ഓഫ് ദ ആംബിയൻ ടെമ്പറേച്ചർ, ആംബിയൻ ടെമ്പറേച്ചറിനനുസരിച്ചിട്ടും അതിൽ മാറ്റങ്ങൾ വരാറുണ്ട്. പ്രീമച്യൂർ ഫെയിലിംഗ് ഡ്യൂ ടു ഡിറ്റീരിയോറേഷൻ അണ്ടർ നോർമൽ ലോഡ്. നോർമൽ ലോഡിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഡിറ്റീരിയോറേഷൻ സംഭവിച്ചിട്ട് അതിന് പ്രീമച്യൂർ ഫെയിലിംഗ്, അതായത് കാലപ്പഴക്കം വരുന്നതിൻ്റെ മുമ്പേ അതിന് ഫെയിലിയർ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ദ ലോ സ്പീഡ് ഓപ്പറേഷൻ, കട്ട് ഓഫ് ഫാക്ടർ, അതായത് നടന്നിട്ട് നമ്മൾ പറഞ്ഞു 2 മിനിറ്റിൻ്റെ ഉള്ളിലാണ് അത് സാധാരണ ഫ്യൂസായി പോവുക എന്ന്. അപ്പോൾ അതിൻ്റെ ലോ സ്പീഡ് ഓപ്പറേഷനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ട്രിപ്പ് ചെയ്ത സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്യാൻ സാധിക്കുമോ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ ഇവിടെ എന്താ, ലോ സ്പീഡ് ഓപ്പറേഷൻ, അതായത് കട്ട് ഓഫ് ഫാക്ടർ കുറവാണ് ഇവിടെ. എക്സ്റ്റേണൽ ഫ്ലാഷ് ഓർ ആർക്ക് ഓൺ ബ്ലോയിങ്, അത് ബ്ലോ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ ഫ്ലാഷോ അല്ലെങ്കിൽ ആർക്കോ വരാനുള്ള ചാൻസ് ഉണ്ട്. ഹീറ്റായിട്ടാണ് മെൽറ്റായി പോകുന്നത്. സോ അവിടെ ഒരു ആർക്ക് അല്ലെങ്കിൽ സ്പാർക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. പുവർ റപ്ചറിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബ്രേക്ക് ചെയ്ത് കളയാനുള്ള കപ്പാസിറ്റി. ഇറ്റ്സ് അണ്ടർ ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷനിൽ ബ്രേക്ക് ചെയ്ത് കളയാനുള്ള കപ്പാസിറ്റി കുറവാണ്.
റോങ് റേറ്റിംഗ് പോസിബിൾ ബൈ ഹ്യൂമൺ എറർ. ഇനി നമ്മൾ മനുഷ്യന്മാർ അത് കണക്ട് ചെയ്യുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ, ഹ്യൂമൻ എറർ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റിംഗ് മാറാനുള്ള ചാൻസ് ഉണ്ട്. റീവയറബിൾ ടൈപ്പ് ഫ്യൂസസ് അപ് ടു 16 ആംപിയർ റേറ്റഡ് കറണ്ട് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ഇൻ ദ ലൊക്കേഷൻസ് വേർ ഷോർട്ട് സർക്യൂട്ട് ലെവൽ എക്സീഡ്സ് 2 കിലോ ആംപിയർ. ഇപ്പോൾ റീവയറബിൾ ഫ്യൂസ്, അതായത് 16 ആംപിയർ വരെ റേറ്റഡ് കറണ്ടിനെ കടത്തിവിടാൻ കഴിവുള്ള റീവയറബിൾ ഫ്യൂസസിന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, 2 കിലോ ആംപിയറിനേക്കാളും കൂടുതൽ ഷോർട്ട് സർക്യൂട്ട് ലെവൽ കറണ്ട് വരുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല.